ശരി ജിൻഡോ, ഇതിന്റെ ഒരു ടൈമിങ്ങിനെ കുറിച്ചാണ് കോൺഗ്രസ് പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ നേരത്തെ ചൂണ്ടിക്കാണിക്കപ്പെട്ടതുപോലെ ഇപ്പോൾ ഈ വീടുകളുടെ എണ്ണം മുഴുവൻ പൂർത്തിയാക്കിയോ എന്ന ചോദ്യം. 196 വീടുകൾ പൂർണ്ണമായും തകർന്നത് നിർമ്മിച്ചു നൽകിയെന്ന് പറയുന്നു. 4 വീടുകൾ അടങ്ങുന്ന ഫ്ളാറ്റ് സമുച്ചയം അത് 210 വീടുകൾക്ക് എണ്ണത്തിന് മുകളിലാണെന്ന് പറയുന്നു. പക്ഷേ ഭാഗികമായി തകർന്ന 30 വീടുകൾക്ക് ധനസഹായം, പിന്നീട് 30 വീടുകൾക്ക് ധനസഹായം എന്ന് പറയും. ഇതൊക്കെ തന്നെയും പൂർത്തിയായിട്ടുണ്ടോ എന്ന സംശയം അവിടെ നിൽക്കുകയാണ്. പ്രളയം ഏത് വർഷത്തിലായിരുന്നു നമ്മുടെ ഓർമ്മയിലുണ്ടല്ലോ. അപ്പോൾ ഈ പറയുന്ന ഈ സന്നദ്ധ സംഘടനകൾ വഴിയാണ് എങ്കിലും ഈ കണക്ട് ചെയ്യുന്ന പുനർജനി ഈ നിർമ്മാണം പൂർത്തിയാകുന്നോ എന്ന പരിശോധന നടത്തുന്നില്ലേ? ഈ കണക്ട് ചെയ്ത് അവർ തമ്മിലുള്ള ഡീലിങ്സ് മാത്രമായി പിന്നീട് അത് മാറുകയാണോ? അതൊരു പരിശോധന ഈ സംവിധാനം നടത്തുന്നില്ലേ എന്ന ചോദ്യം. അതോടൊപ്പം തന്നെ നേരത്തെ ഉന്നയിക്കപ്പെട്ട രണ്ടാമത്തെ ചോദ്യം, ഈ പിണറായി വിജയനെതിരായ കേസ്, ആ കേസ് അവസാന ക്യാബിനറ്റിലാണ് പെട്ടെന്ന് CBIക്ക് വിടാൻ ഉമ്മൻചാണ്ടി തീരുമാനിച്ചത്. അപ്പോൾ അതും രാഷ്ട്രീയ വിദ്വേഷമായി വിലയിരുത്താമല്ലോ. സ്മൃതി, ഇതിൽ ഒന്നാമത്തെ കാര്യം, ഈ നീതിയും നിയമവും നമ്മുടെ രാജ്യത്ത് എപ്പോഴും ഒന്നിച്ചു പോകണമെന്നില്ല. അപ്പോൾ ചില സമയത്തൊക്കെ ജനപ്രതിനിധികൾക്കും ഭരണകർത്താക്കൾക്കും ചിലപ്പോൾ നിയമത്തിൻ്റെ ചുവപ്പ് നടയുടെ പുറത്തേക്ക് സഞ്ചരിച്ച് ചിലപ്പോൾ നീതി നടപ്പാക്കേണ്ടി വരും. പക്ഷെ പുനർജനി പദ്ധതിയിൽ നീതിയും നിയമവും ഒന്നിച്ചു പോയതുകൊണ്ടാണ് ഒരു ജനപ്രതിനിധി നിയമാനുസരണം പറ്റുന്ന കാര്യങ്ങൾ മാത്രം ചെയ്ത് കൃത്യമായിട്ട് ഫണ്ട് സ്വരൂപിക്കുകയും അതിന് അർഹപ്പെട്ട ആളുകളിലേക്ക് അത് എത്തിക്കുകയും കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോയത്. ഒരുപാട് ആളുകൾക്ക്, കുട്ടികൾക്ക് ഡിജിറ്റൽ ഡിവൈഡിൻ്റെ സമയത്ത് പഠനോപകരണം കൊടുത്തു, പ്രളയ സമയത്ത് പഠനോപകരണം കൊടുത്തു, ഒരുപാട് ആളുകൾക്ക് വീട് വെച്ച് കൊടുത്തു, പശുവിനെ വാങ്ങിക്കൊടുത്തു, ജീവനോപാധി ഉണ്ടാക്കി കൊടുത്തു, വീട് വെച്ച് കൊടുത്തു. ഇനി ഇത് ഏതെങ്കിലും പൂർത്തിയാകാത്തതുണ്ട് എന്നുള്ള ആക്ഷേപം CPMനോ മറ്റാർക്കെങ്കിലും ഉണ്ടെങ്കിൽ അന്വേഷിച്ച് ഏതൊക്കെയാണ് പൂർത്തിയാകാത്തത് എന്ന് പറയണമല്ലോ. വെറുതെ ആരോപണം ഉന്നയിക്കുകയല്ലല്ലോ ചെയ്യേണ്ടത്. ഇവിടെ ഒരു പ്രശ്നമുണ്ട്. വീടുകൾ പൂർത്തിയായില്ല എന്നുള്ള ആക്ഷേപം ഉന്നയിക്കുന്നവർ വടക്കാഞ്ചേരിയിലെ ഫ്ലാറ്റ് സമുച്ചയം ലൈഫ് മിഷൻ്റെയാണ്. അത് പൂർത്തിയായോ? 20 കോടി രൂപയിൽ പദ്ധതിയിൽ ഏകദേശം 9.5 കോടി രൂപയുടെ അഴിമതി നടത്തി എന്നുള്ള ആക്ഷേപത്തിലെ അന്വേഷണത്തിൽ കഴമ്പുണ്ടതിൻ്റെ ഒരു പേരിലാണ് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കരൻ 112 ദിവസം ജയിലിൽ കിടന്നത്. എന്തായി നടപടി? ആ ഫ്ലാറ്റ് സമുച്ചയം പൂർത്തിയാക്കപ്പെട്ടോ? തൊടുപുഴയിൽ പണിതുയർത്തിയ ഫ്ലാറ്റ് സമുച്ചയം കരിമണ്ണൂരാണെന്നാണ് എൻ്റെ ഓർമ്മ, ചോർന്നൊലിക്കുകയാണ്. എന്താ നടപടി സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന്? ലൈഫ് എല്ലാ ആളുകളുടെയും ജീവിതത്തിലെ ഒരു വലിയ പ്രധാനപ്പെട്ട കാര്യമാണെന്നല്ലേ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത്? കൊച്ചിയിൽ പണിതുയർത്തിയ ഫ്ലാറ്റ് സമുച്ചയം പൊട്ടിച്ചോർന്നൊലിക്കുകയാണ്. മുറ്റത്ത് മുഴുവൻ കക്കൂസ് മാലിന്യം നിറഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ സർക്കാർ നടത്തുന്ന സംവിധാനങ്ങൾ ഇത്രത്തോളം തകർന്ന് തരിപ്പണമായിട്ടും അന്വേഷിക്കാൻ പറ്റുന്നില്ല. അഴിമതിയുടെ കൂത്തരങ്ങായിട്ട് മാറിയിട്ടും യാതൊരു നടപടിയുമില്ല. ഇനി പുനർജനി പദ്ധതിയിൽ തന്നെയാണ് അന്വേഷിക്കാൻ ആർജവം കാണിക്കുന്നെങ്കിൽ അന്വേഷിക്കട്ടെ. പൂർത്തിയാകാത്ത ഏതെങ്കിലും വീടുകളുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കട്ടെ. അതിലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകട്ടെ. വെറുതെ ഈ ഓലപ്പാമ്പ് കാണിച്ച് കേസെടുക്കുമെന്ന് പറഞ്ഞ് ആ വിരട്ടൊന്നും നടക്കില്ലെന്നേ. നടപടി സ്വീകരിക്കാൻ കഴിവുള്ള മുഴുവൻ സംവിധാനങ്ങളും പിണറായി വിജയൻ്റെ കൈ അകലത്ത് തന്നെയുണ്ടല്ലോ, കൈ പിടിയിലുണ്ടല്ലോ. നടപടി എടുക്കട്ടെ. ഇനി അടുത്തത്, ഈ പ്രളയവുമായി ബന്ധപ്പെട്ട് സംസാരിച്ചാൽ CPMൻ്റെ നേതാക്കന്മാർ കാക്കനാട് കളക്ടറേറ്റ് കേന്ദ്രീകരിച്ച് പ്രളയ ഫണ്ട് തട്ടിയെടുത്തപ്പോൾ പറവൂര് കേന്ദ്രീകരിച്ച് VD സതീശൻ്റെ നേതൃത്വത്തിൽ കോടിക്കണക്കിന് രൂപയുടെ സഹായങ്ങളാണ് ആയിരക്കണക്കിന് മനുഷ്യർക്ക് കൊടുത്തത്. ഈ സർക്കാർ എന്താ ചെയ്തത്? സർക്കാർ ഒപ്പമുണ്ട് എന്നുള്ള സഹതാപ വാക്ക് പറഞ്ഞു. അതിനപ്പുറത്ത് എന്ത് ചെയ്യാൻ പറ്റി? പ്രളയത്തിൽപ്പെട്ട മനുഷ്യർ സ്വന്തം അധ്വാനം കൊണ്ട് അവരുടെ പ്രയാസങ്ങളെ അതിജീവിക്കാൻ വേണ്ടി ശ്രമിച്ചത് കൊണ്ട് ആത്മഹത്യകളുടെ എണ്ണം കുറഞ്ഞു. മനുഷ്യർ സ്വന്തം നിലയിൽ അവരുടെ ജീവിതത്തെ കെട്ടിപ്പടുക്കുകയാണ് ചെയ്തത്. സർക്കാർ എത്രത്തോളം ആളുകളെ സഹായിച്ചു? പലിശയ്ക്ക് വായ്പ കൊടുക്കുന്നതാണോ സർക്കാർ ചെയ്യുന്ന സഹായം? അതിനപ്പുറത്ത് മനുഷ്യരുടെ അന്തസ്സിന് വില കൊടുത്ത ഒരു ജനപ്രതിനിധിയാണ് VD സതീശൻ. അത് മനസ്സിലാക്കണമെങ്കിൽ പുനർജനി പദ്ധതി നന്നായിട്ട് വായിച്ച് പഠിച്ചാൽ മതി. സനോജ് ചോദിക്കുന്നത്, പദ്ധതിയുടെ ഭാഗമായി എത്ര വീടാ കണക്കുകൾ പുറത്തുവിടുക, വീട് നൽകിയവരുടെ പേര്, വിവരങ്ങൾ എന്നിവ VD സതീശൻ പുറത്തുവിടണമെന്നാണ് ആവശ്യപ്പെടുന്നത്. അപ്പോൾ അത് വിശദീകരിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് പരാതിയുണ്ടെങ്കിൽ നിങ്ങൾ പരാതിയുമായി വരൂ എന്നതിനപ്പുറം ഇതൊരു ഉത്തരവാദിത്തത്തോടു ചെയ്ത ഒരു കാര്യമാണല്ലോ. VD സതീശൻ സ്വമേധയാ തീരുമാനമെടുത്ത് നടപ്പാക്കിയ ഒരു കാര്യമാണല്ലോ. അപ്പോൾ ഏതൊക്കെ പൂർത്തിയായി, ഏതൊക്കെ പാതി വഴിയിലായി എന്നതിന്റെ കണക്ക് അദ്ദേഹത്തിന്റെ കയ്യിൽ ഉണ്ടാകണ്ടേ ജിൻഡോ? അല്ല, VK സനോജിന് അങ്ങനെ ഒരു പരാതി ഉണ്ടെങ്കിൽ DYFIക്ക് പറവൂര് ഏരിയ കമ്മിറ്റിയും മറ്റു സംവിധാനങ്ങളൊക്കെ ഉണ്ടല്ലോ. പറവൂര് അത്ര വലിയ ശക്തമായ ഒരു പ്രതിഷേധമൊന്നും നമ്മൾ കാണുന്നില്ലല്ലോ. VK സനോജ് പറയുന്നത് മാത്രമല്ലേ നമ്മൾ കേൾക്കുന്നുള്ളൂ. ഈ DYFIക്ക് എറണാകുളം ജില്ലാ കമ്മിറ്റി ഉണ്ടല്ലോ. അവരൊന്നും ഇത്രത്തോളം ഒരു വലിയ പരാതിയായിട്ട് അതിനെ എൻഡോഴ്സ് ചെയ്ത് എടുത്ത് പിടിക്കുന്നില്ലല്ലോ. അപ്പോൾ VD സതീശനെതിരെ ഏത് ആരോപണം ഉന്നയിക്കുന്നേ? നിങ്ങൾ മോൻസൺ മാവുങ്കലിൻ്റെ കേസുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്ത് ഒരു വ്യാജ മൊഴി ഉണ്ടാക്കി K സുധാകരനെതിരെ കേസെടുത്ത് അറസ്റ്റ് ചെയ്തില്ലേ?
അവസാനം എന്തായി? അത് കള്ളമൊഴിയാണെന്ന് മൊഴി കൊടുത്ത ആൾ തന്നെ പറഞ്ഞില്ലേ, നിർബന്ധിച്ച് മൊഴി കൊടുപ്പിച്ചാണെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ പിന്നീട് അന്വേഷണം ഉണ്ടായോ? അപ്പോൾ ഇതൊക്കെ രാഷ്ട്രീയ പുകവക്കലിന്റെ ഭാഗമായിട്ട് പിണറായി വിജയന്റെ പകയിൽ പടച്ചെടുത്ത കള്ളക്കേസുകളാണ്. അതിനപ്പുറത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അന്വേഷിച്ച് തെളിവ് കൊണ്ടുവരണ്ടേ? VK സനോജ് DYFIയുടെ നേതാവ് മാത്രമല്ല, സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയുടെ യുവജന സംഘടനാ നേതാവാണ്. അദ്ദേഹത്തിനും അന്വേഷിക്കാമല്ലോ, ഏതൊക്കെയാണെന്ന് ചൂണ്ടിക്കാണിക്കാമല്ലോ. ഇത് വെറുതെ ഉണ്ടയില്ല വെടിവെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ VD സതീശൻ CBI അന്വേഷണത്തെ വെൽക്കം ചെയ്യുകയാണ്. പകരം ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ലാവ്ലിൻ കേസാണല്ലോ നിങ്ങളും പരാമർശിച്ചത്. ലാവ്ലിൻ കേസിൽ 38 തവണയാണ് CBIയുടെ സ്റ്റാൻഡിംഗ് കൗൺസിൽ സുപ്രീം കോടതിയിൽ ഹാജരാകാതെ പനി, തലവേദന, വയറുവേദന എന്ന് പറഞ്ഞ് ഓടി നടക്കുന്നത്. പിണറായി വിജയന് ധൈര്യമുണ്ടോ ലാവ്ലിൻ കേസിൽ CBIയുടെ സ്റ്റാൻഡിംഗ് കൗൺസിലിനോട് ഒരു വട്ടം ഒന്ന് ഹാജരാകുക, അഭിപ്രായം പറയാൻ ധൈര്യമുണ്ടോ? അന്വേഷണത്തെ സ്വാഗതം ചെയ്യാൻ പറ്റുമോ? സ്വർണ്ണക്കൊള്ള കേസിൽ, ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ CBI അന്വേഷണത്തെ സ്വാഗതം ചെയ്യാൻ പറ്റുമോ? ഇവിടെ ആന്റണി രാജുവിന്റെ ജെട്ടി കേസ് പുറത്തു വന്നല്ലോ. ഒരു നിയമസഭാ അംഗത്തിന്റെ അംഗത്വം നഷ്ടപ്പെടുന്നത് എന്ത് കേസിലാണെന്ന് അതിപ്പോൾ ചർച്ച ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കേസിന്റെയൊക്കെ പുറകെ വരുന്നത്. ഞങ്ങൾ ഇതെല്ലാം എണ്ണി പറഞ്ഞുകൊണ്ട് പോകും. നിങ്ങൾക്ക് പറ്റുന്നൊക്കെ നിങ്ങളും എണ്ണി പറയുക. ഇവിടെ ലാവ്ലിൻ കേസിന്റെ പ്രശ്നം എന്താ? ആ ഉപേന്ദ്ര വർമ്മ എന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥൻ സർക്കാരിനെ അറിയിക്കാതെ, ആഭ്യന്തര വകുപ്പിനെ അറിയിക്കാതെ നേരിട്ട് കോടതിയിൽ റിപ്പോർട്ട് കൊടുക്കുകയാണ്. അത് രാഷ്ട്രീയ താല്പര്യത്തിൽ ഒരു ഉദ്യോഗസ്ഥൻ കീഴ്പ്പെട്ടു പോകുമ്പോൾ അന്ന് സംസ്ഥാനം ഭരിക്കുന്ന സർക്കാർ എന്നുള്ള നിലയ്ക്ക് സർക്കാർ അതിനപ്പുറത്തേക്ക് ഒരു കേന്ദ്ര ഏജൻസികൾ കുറച്ചുകൂടി ഇടപെടലിന് സ്വാധീനം കുറയാൻ സാധ്യതയുള്ള ഒരു കേന്ദ്ര ഏജൻസി അന്വേഷിക്കട്ടെ എന്ന് ശുപാർശ ചെയ്യുന്നു. ഇനി അതിനപ്പുറത്ത് 38 തവണയായിട്ട് ഈ ലാവ്ലിൻ കേസിലെ സ്റ്റാൻഡിംഗ് കൗൺസിൽ എന്തുകൊണ്ട് ഹാജരാകുന്നില്ല എന്നുള്ള ചോദ്യത്തിന് കൂടി ഉത്തരം നമുക്ക് കണ്ടെത്തണ്ടേ? അപ്പോൾ ഇടപെടലുകൾ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഇവിടെ VD സതീശൻ ധൈര്യപൂർവ്വം പറയുന്നു, പ്രളയ ഫണ്ട് തട്ടിയെടുത്തതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്ത സിയാദ് അയ്യനാട് സർവീസ് സഹകരണ ബാങ്കിലെ സഹകാരിയായിരുന്നു, ബോർഡ് മെമ്പറായിരുന്നു. സിയാദിന്റെ ആത്മഹത്യക്കുറിപ്പ് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. കളമശ്ശേരി ഏരിയ സെക്രട്ടറി സക്കീർ ഹുസൈനെ എന്തിന്റെ പേരിലാണ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത്? ആ സമയത്താണ് VD സതീശൻ ഈ നാട്ടിലും വിദേശത്തും നടന്ന് തന്റെ മണ്ഡലത്തിലെ ആളുകൾക്ക് വേണ്ടിയിട്ട് വീടൊരുക്കാൻ, പശുവിനെ കൊടുക്കാൻ, ജീവനോപാധി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിൽ ശ്രമം നടത്തിയത്. അന്വേഷിക്കണം, ഈ പദ്ധതിയെ കുറിച്ച് പഠിക്കണം. കേരളമെമ്പാടും ഈ പദ്ധതി നടപ്പാക്കാൻ സർക്കാർ ആർജവം കാണിക്കണം. ലൈഫ് മിഷനിൽ 1,27,000 കുടുംബങ്ങൾ മേൽക്കൂരയില്ലാത്ത വീട്ടിൽ ടാർപോളിൻ ഷീറ്റ് വിരിച്ച് ആകാശം കണ്ട് കിടക്കുന്ന കാലത്ത് ഈ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഈ പദ്ധതി പഠിച്ച് പാവപ്പെട്ടവർക്ക് വീടൊരുക്കാനുള്ള ഒരു ശ്രമമെങ്കിലും ഉണ്ടാകണം. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.